വെൽക്കം ടു ബിന്ദു ചിത്തിര. ഇന്നത്തെ വീഡിയോയിൽ ഞായറാഴ്ചത്തെ കുറച്ച് കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ ഒരു 11:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അടിച്ചുവാരലാണ് ആദ്യം ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഒരു 4 മണിക്കൊക്കെ ആയിരിക്കും ക്ലീനിങ് എല്ലാം. കാരണം 3 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ എത്തുന്നത്. 2 മണി 3 മണി ആ സമയത്തായിരിക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് 11 മണിക്ക് എത്തി. പിന്നെ ഹറിബറിയായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ സാധാരണ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ രാവിലെ റെഡിയാക്കും. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാവധാനം ചെയ്യാം എന്നുള്ള, ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ചു വാരുകയാണ് ആദ്യം. ഞായറാഴ്ച ഒരുപാട് പണികളൊക്കെ ചെയ്ത് മലമറിക്കുന്ന പണികൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഡീപ്പ് ക്ലീനിങ് അങ്ങനെയൊന്നുമല്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ക്ലീനിങ് തന്നെ ഏതാണ് ഇഷ്ടമുള്ളത് അതാണ് ചെയ്യാറ്. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യും. അതുപോലെ ഫ്രിഡ്ജ് ക്ലീനിങ്, അത് എന്താണ് അന്ന് മനസ്സിന് ഇഷ്ടമുള്ളത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. പിന്നെ ഞായറാഴ്ച കൂടുതലും ചെയ്യാറുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ അവർ പറയുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കും. അത് കുറച്ച് സമയം എടുത്ത് തന്നെ ഉണ്ടാക്കും. അതൊക്കെയാണ് ഞായറാഴ്ചകളിൽ കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് സമയം വീട്ടിൽ വെറുതെ ഇരിക്കും. ക്ലീനിങ് കുറേശ്ശെ ഡെയിലി ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു വലിയ ക്ലീനിങ് ഞായറാഴ്ച നമുക്ക് ആകെ ക്ഷീണിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകാനായിട്ട് അടിച്ചു വാരുന്നതിന് മുന്നേ തന്നെ തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചിടാറുണ്ട് കേട്ടോ കുടിക്കാനുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ചൂടാറി കഴിയുമ്പോൾ പല കുപ്പികളിലാക്കി ഒഴിച്ചു വെക്കും. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഞാൻ അന്ന് വാങ്ങിച്ച പച്ചക്കറികളെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നും അതിൻ്റെ സ്ഥാനത്തൊക്കെ എടുത്ത് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പുറത്ത് വയ്ക്കാനുള്ള ഐറ്റംസൊക്കെ തരംതിരിച്ച് പുറത്ത് വയ്ക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്, അതായത് ഇപ്പോൾ തക്കാളി, പച്ചമുളക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കഴുകി വെള്ളം പോയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ നമ്മളത് ഞായറാഴ്ച റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ പൊതുവെ കൂടുതൽ പേർക്കും ഒരു സ്ട്രെസ്സായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിങ്കളാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ പ്രത്യേകം എടുത്ത് വെക്കും. കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയതാണല്ലോ അതൊക്കെ തലേദിവസം, അതായത് ഞായറാഴ്ച വൈകിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ സവാളയൊക്കെ ഞാൻ നന്നാക്കി വെക്കും, വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക്. ഇപ്പോൾ അതിനുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ വെച്ചാൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെ അതങ്ങനെ എടുത്ത് പെട്ടെന്ന് നമുക്കത് അരിഞ്ഞെടുക്കുക. ചിലപ്പോൾ ഞാൻ അരിഞ്ഞും വെക്കാറുണ്ട് കേട്ടോ. അത് അന്നേരത്തെ പ്ലാൻ പോലെ. അപ്പോൾ കുറച്ച് എളുപ്പം കിട്ടുമല്ലോ. പിന്നെ ഇങ്ങനെ പരതി നടക്കണ്ടല്ലോ, അതെടുക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് വേണം, ലഞ്ച് ബോക്സിന് എന്തെല്ലാം വേണം, അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച രാവിലെ വളരെ എളുപ്പമാവും. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും മുട്ടക്കറിയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചരി കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ മല്ലിയില, തക്കാളി ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ സാധാരണ ഈ പച്ചക്കറിയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഞാൻ അത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കും. ചിലപ്പോൾ ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ച് വെക്കാറുണ്ട്. ഒരു 2-3 മണിക്കൂർ അങ്ങനെ വെക്കും. ഒരു മനസ്സമാധാനത്തിന് ചെയ്യുന്നത്. എന്താണ്, പല രാസവസ്തുക്കളോ കീടനാശിനികളോ വിഷമൊക്കെ അടിച്ച് വരുന്നതെന്ന് ആണല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കും. ഒരു 2-3 മണിക്കൂർ അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കഴുകി വാരി അത് അതിൻ്റെ ജലാംശമൊക്കെ പോകുന്നത് വരെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് ഓരോ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത്.
ലഞ്ചിനുള്ള മെയിൻ കറി ചിക്കനാണ്. അതിപ്പോൾ ശനിയാഴ്ച വൈകിട്ട് തന്നെ വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി അതൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിചാരിച്ചിരിക്കുന്ന മെനുകൾ അത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അത് രാവിലെയാണ് ചെയ്തു വെച്ചതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്തു വെച്ചതാണ്. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാൻ, ചിക്കൻ കറിയല്ലേ, അപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കും. പിന്നെ ഒരു രസം. ഇത്രയാണ് ഉച്ചക്കലത്തെ മെനു. ഇപ്പോൾ ചിക്കൻ കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഒരു പാൻ ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഞാൻ കറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കൊച്ചുള്ളി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ 2 ബർണറുള്ള സ്റ്റൗവാണ്. അപ്പോൾ എന്തായാലും 2 ഐറ്റംസും ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കുക, കുറേ നേരം സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടല്ലോ. അപ്പോൾ അതിന് ചിക്കനുള്ള സവാളയൊക്കെ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്കായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് ഇടുന്ന ആ ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് ചിക്കൻ ഫ്രൈ ചെയ്തിരുന്നല്ല, അതപ്പോൾ ആ വെളിച്ചെണ്ണയും പോകില്ലല്ലോ. അപ്പോൾ അതിൽ തന്നെയാണ് ഇതും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ ബർണറിൽ രസത്തിൻ്റെ പരിപാടി ചെയ്യണം. അപ്പോൾ അതിന് ഒരു പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതൊന്ന് വടി, പിന്നെ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ, ചെറുതായി മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് അതും വഴറ്റി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയുടെ സവാള എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയുമാണ്. ഗരം മസാലപ്പൊടി ചേർക്കുന്നില്ല, കാരണം തലേദിവസം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് അത് വെച്ചത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇതിൻ്റെ കൂടെ ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല, കാരണം മസാല കുത്ത് ഭയങ്കരമായിട്ട് ആ കുത്ത് വരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മസാലപ്പൊടി ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ട് കൂടുതൽ നല്ലത്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. രസത്തിനായിട്ടുള്ള ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും അതും കൂടെ ഇത് വഴന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് മൂന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കതിന് ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പാനിൽ എല്ലാം കൂടി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കവിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് വേറൊരു സാധാരണ രസം വെക്കുന്ന ഒരു മൺപാത്രമുണ്ട്, ഒരു മൺചട്ടിയുണ്ട്, അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അപ്പോൾ ആ പുളിവെള്ളവും പോരാത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ രസത്തിന് ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം 1 സ്പൂൺ കടലമാവ് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, എന്നാലും കടലമാവ് ചേർക്കുമ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാൻ ചേർക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ. ഇതിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ ആ മൂടിക തുറന്ന് വെക്കണം. അപ്പോഴേക്കും ചിക്കൻ കറിയുടെ ഗ്രേവി എല്ലാം തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക.
അത് ഓരോ ചാറിൻ്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം. ചിക്കൻ കറിയും ഈ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തിളപ്പിക്കുക. തിള വരുന്നിട്ട് പിന്നെ മൂടിക തുറന്ന് വെച്ച് അത് എത്ര ചാറ് കുറുകണം എന്നുള്ളത് അത്രയും നേരം അത് തിളപ്പിച്ചെടുക്കാം. പിന്നെ തിളച്ച് ആ പാകമാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ തൂക്കി കൊടുക്കാം. രസത്തിന് താളിച്ചിടേണ്ട, താളിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ നെയ്യ് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ കായപ്പൊടി ഈ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം താളിച്ച് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നോക്കിയപ്പോൾ രസത്തിന് അല്പം പുളി കൂടിയെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ശർക്കര ഇഷ്ടപ്പെടില്ല. എനിക്കത് വെച്ചിരിക്കുന്നത് അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് പുളി കൂടിയില്ലെങ്കിലും ചില ശർക്കര ചേർക്കാറുണ്ട്. അപ്പോഴേക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ആ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും തൂക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. സാലഡ് ഇപ്പോൾ അതിൽ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. സവാളയും തക്കാളിയും അല്പം പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് അതിൽ ഉപ്പും അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വയ്ക്കാൻ കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊരു സ്വഭാവമുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും വാഷിംഗ് മെഷീനിലെ തുണികളെല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും ഇതിന് ശേഷം ആ തുണികളെല്ലാം വിരിച്ചിടണം. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഊണ് വിളമ്പൽ തന്നെയാണല്ലോ. അപ്പോൾ ഊണിന് നമുക്ക് ചോറുണ്ട്, രസമുണ്ട്, ചിക്കൻ കറി ഉണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, സാലഡ് ഉണ്ട്. എന്തായാലും കുറച്ചധികം സമയം എടുത്തിട്ടായിരിക്കും കേട്ടോ ഞായറാഴ്ചയൊക്കെ ഊണ് കഴിച്ച് കഴിയുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി അതുപോലെ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടും. കിച്ചൺ ഇങ്ങനെ ക്ലീനായി കിടക്കുമ്പോഴേ നമുക്ക് ഒരു സന്തോഷമാണ്. അതായത് പിന്നീട് ഒന്ന് കാമായിട്ട് ഇരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത ജോലികൾ ചെയ്യാനുള്ളൊരു ഉഷാറായാലും എന്തായാലും അതൊക്കെ കിട്ടും ഇങ്ങനെ ക്ലീനായി കിടക്കുന്ന കാണുമ്പോൾ. അങ്ങനെ ഊണും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും മഴ തുടങ്ങി. എന്തായാലും കുറച്ച് സമയം സമാധാനമായിട്ട് നമുക്ക് മഴയെ നോക്കിയിരിക്കാമല്ലോ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. പ്രത്യേകിച്ചും ഞായറാഴ്ചയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞായറാഴ്ചത്തെ പരിപാടികൾ. മഴയാണെങ്കിലും ആവശ്യത്തിലധികം ആയാലും അതും പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ ഇത്രയും സമയം മഴയെ നോക്കി ഇരിക്കുക എന്ന് പറയുന്നത്. അതല്ല എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അയ്യോ ഈ മഴയിൽ നിന്ന് മാറിയെങ്കിൽ എന്നുള്ളതായിരിക്കും ആ സമയത്തെ ചിന്ത. പിന്നെ ചായയുടെ സമയമായി. അപ്പം അടുത്ത പരിപാടി ചായ ഇടലുണ്ട്.
ചായ എനിക്ക് മാത്രം ചായ മതി. അപ്പം ചായ ഇട്ട് ഒരു ചായ കുടിച്ച് കുറച്ച് നേരം കൂടിയൊക്കെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും. ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ കാര്യങ്ങൾ. പിന്നെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ നൈറ്റിലോ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്